നമസ്കാരം. 2018 കേരളത്തിലുണ്ടായ പ്രളയം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ്. എന്താണ് സംഭവിച്ചത്? 2018 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ കേരളത്തിൽ അതിശക്തമായ കാലവർഷം ലഭിച്ചു. ഓഗസ്റ്റ് 15-17 കാലയളവിൽ അതിതീവ്രമായ മഴയെ തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകുകയും നിരവധി അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കേണ്ടി വരികയും ചെയ്തു. വെള്ളപ്പൊക്കത്തിനൊപ്പം നിരവധി മണ്ണിടിച്ചിലുകളും ഉണ്ടായി. 483 പേരിലധികം മരണപ്പെടുകയും ഏകദേശം 14 ലക്ഷം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ 14 ജില്ലകളും പ്രളയബാധിതമായി. വീടുകൾ, റോഡുകൾ, പാലങ്ങൾ, കൃഷിയിടങ്ങൾ, പൊതുസൗകര്യങ്ങൾ എന്നിവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി. രക്ഷാപ്രവർത്തനം ഇന്ത്യൻ സൈന്യം, നാവികസേന, വ്യോമസേന, NDRF, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്ന് ലക്ഷക്കണക്കിന് ആളുകളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി. 2018 പ്രളയം ദുരന്ത നിവാരണത്തിലും പുനർനിർമ്മാണത്തിലും കേരളത്തിന് നിരവധി പാഠങ്ങൾ സമ്മാനിച്ച ഒരു നിർണായക സംഭവമായിരുന്നു. 2018 പ്രളയം 3 മാസത്തെ മഴയുടെ ഫലമാണ് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ നിലവിലെ സാഹചര്യം എന്താണ്? 1-2 ദിവസത്തെ മഴ കൊണ്ട് കേരളം വെള്ളത്തിലടിയിലാവുന്ന അവസ്ഥയാണ്. ഞാൻ ചോദിക്കുന്നത്, 2018 അധികാരത്തിലുണ്ടായിരുന്ന പിണറായി വിജയൻ 2018 മുതൽ 2026 വരെയുള്ള കാലഘട്ടം 8 വർഷത്തോളം കോടികൾ മുടക്കി നടത്തിയ പഠനത്തിന്റെ ഫലം എന്താണ് കേരള ജനത്തിന് ഉണ്ടായത്? റൂം ഫോർ റിവർ പദ്ധതി എവിടെ പോയി? 800 കോടി രൂപയിലധികം ചെലവാക്കി പണിത ആലപ്പുഴ MC റോഡിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ആലപ്പുഴ MC റോഡിൽ ബോട്ട് സർവീസ് നടത്തുകയാണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ 1-2 ദിവസത്തെ മഴയുടെ ഫലമായി നദികൾ നിറഞ്ഞൊഴുകുകയാണ്. അതായത് നദികൾക്ക് ഈ പെയ്യുന്ന മഴയുടെ തോതിലുള്ള വെള്ളം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല. രണ്ടാമതായി ഈ വെള്ളം യഥേഷ്ടം ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണവും ഭൂമി കയ്യേറ്റവുമാണ് ഇതിനുള്ള പ്രധാന കാരണമായി കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഭരണകൂടം ഇതിനു വേണ്ടുന്നുള്ള പ്രവൃത്തികൾ, ഇതിനു വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ അടിയന്തരമായി തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്.